Good morning, students. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാമല്ലോ. ചാപ്റ്റർ ഏതെന്ന് ഓർമ്മയുണ്ടല്ലോ, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്ര വരെ എടുത്തു? പവേഴ്സ് ഓഫ് എ ഡെസിമൽ അല്ലേ. ഡെസിമലിന്റെ പവർ വരെ നമ്മൾ ചെയ്തു. അതിൽ കുറെ ഹോംവർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തു അല്ലേ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം, മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ഓക്കെ, ഇതിൽ അടുത്ത സെക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ റൂൾ. മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓക്കെ. അപ്പൊ നോക്കിക്കോളാം മക്കളെ, നമ്മള് സാധാരണ നമ്പേഴ്സ് മൾട്ടിപ്ലൈ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എക്സ്പൊണൻസ് എന്നാലും നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ എന്നറിയാം നിങ്ങൾക്ക്. ഇങ്ങനത്തെ നമ്പേഴ്സ് എങ്ങനെയാ മൾട്ടിപ്ലൈ എന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ തരുന്നത് നിങ്ങൾക്ക്. ഫൈൻഡ് 2 raised to 3 into 2 raised to 5. Find 2 raised to 3 into 2 raised to 5. ഓക്കെ, 2 raised to 3 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ 2 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 raised to 3. സോ നമുക്ക് 2 raised to 3 നെ 2 into 2 into 2 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 2 raised to 5 എന്ന് പറഞ്ഞാൽ എന്താ? 2 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നല്ലേ. സോ 5 ടൈംസ് 1 2 3 4 5 ഈക്വൽ ടു എത്ര ആയിരിക്കും ആൻസർ മക്കളെ? ഇവിടെ നോക്കിക്കോ, എത്ര 2 ഉണ്ട്? 2 എത്ര ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്തത്? 1 2 3 4 5 6 7 8. സോ ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാം? 2 raised to 8. ഓക്കെ, 2 raised to 3 into 2 raised to 5 ഈക്വൽ ടു 2 raised to 8 എന്ന് കിട്ടി. ഇനിയിപ്പോ അടുത്ത ദിവസം നോക്കിക്കോ, ഇപ്പോ 3 raised to 4 into 3 raised to 2. 3 raised to 4 into 3 raised to 2. 3 raised to 4 എന്ന് പറഞ്ഞാൽ എന്താ? 3 4 ടൈംസ് മൾട്ടിപ്ലൈ. സോ 1 2 3 4. ഓക്കെ, ഇൻറ്റു 3 raised to 2 എന്ന് പറഞ്ഞാൽ എന്താ? 3 raised to 2 എന്ന് പറഞ്ഞാൽ എന്താ? 3 2 ടൈംസ് മൾട്ടിപ്ലൈ. സോ 1 2 ഈക്വൽ ടു എത്ര ആൻസർ നോക്കിയ മക്കളെ? ഇവിടെ 3 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 1 2 3 4 5 6. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടി? 3 raised to 6. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാ ഞാൻ ഇത് മാത്രം എഴുതുന്നത്. 3 raised to 4 into 3 raised to 2 ഈക്വൽ ടു നമുക്ക് 3 raised to 6 കിട്ടിയില്ലേ. ഞാൻ അടുത്തത് നോക്കാം. അടുത്തൊന്നും എഴുതാം. ഇപ്പൊ 3 ഒറ്റങ്ക ആയിക്കോട്ടെ, ഏത് നമ്പർ ആയിക്കോട്ടെ കുഴപ്പമില്ല. ഇപ്പോ 5 raised to 4 into 5 raised to 5. ഇത് പറഞ്ഞു ചോദിച്ചു. 5 raised to 4 into 5 raised to 5. 5 raised to 4 എന്ന് പറഞ്ഞാൽ എന്താ? 5 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 5 raised to 4. ആൻഡ് 5 raised to 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ 5 raised to 5 എന്ന് പറയുന്നത്. സോ 5 raised to 4 എന്ന് പറഞ്ഞാൽ 5 നമ്മൾ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും? 4 ടൈംസ് മൾട്ടിപ്ലൈ. ഓക്കെ, 5 നമ്മൾ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു? 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് 5 raised to 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 2 3 4 5. സോ ദ ആൻസർ എത്ര ആയിരിക്കും? ഇവിടെ 5 നമ്മൾ ടോട്ടൽ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ. 5 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 5 raised to 9 എന്നല്ലേ എഴുതല്. 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താല് 5 raised to 9 എന്ന് എഴുതും. ഓക്കെ, ഇപ്പൊ വേറൊരു എക്സാമ്പിളിന് ഇപ്പം 2 raised to എന്ന് എഴുതാം. 2 raised to 4 into 2 raised to 6. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. 2 raised to 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 നമ്മൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ 1 2 3 4. ഓക്കെ, 2 raised to 4 ആണ്. ഇൻറ്റു 2 raised to 6 എന്ന് പറഞ്ഞാൽ എത്ര? 2 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? 2 raised to 6. സോ അത് നമുക്ക് എത്ര കിട്ടി? 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഇവിടെ 2 നമ്മൾ ടോട്ടൽ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് മക്കളെ? 1 2 3 4 5 6 7 8 9 10 times. So the answer is 2 raised to 10. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ മക്കളെ? ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് നോക്കിക്കോ. നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ഈ തിയറിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു തിയറിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ തിയറി എന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. ഓക്കെ, നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കോ, 2 raised to 3 into 2 raised to 5 വന്നു അല്ലെ. അതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 2 raised to 8 അല്ലെ. 2 raised to 3 into 2 raised to 5 ഈക്വൽ ടു 2 raised to 8 കിട്ടി. ഇനി അടുത്തത് നോക്കിക്കോ, 3 raised to 4 into 3 raised to 2. 3 raised to 4 into 3 raised to 2 ഈക്വൽ ടു നമുക്ക്
3 റേസ് ടു എത്ര കിട്ടി? 6 കിട്ടി. ഓക്കെ, അടുത്ത് നോക്കിക്കോ. 5 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 5 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 5 റേസ് ടു 9 കിട്ടി അല്ലേ? ലാസ്റ്റത്തെയും കൂടി നോക്കിക്കോ. 2 റേസ് ടു 4 ഇൻറ്റു 2 റേസ് ടു 6 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 2 റേസ് ടു 10 എന്നും കിട്ടി. ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻസ് കിട്ടുന്നുണ്ടോ നോക്കി മക്കളെ. ഈ 4 എണ്ണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻസ് കിട്ടുന്നുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ, എന്തെങ്കിലും സ്റ്റെപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. നോക്കിക്കോ. 2 റേസ് ടു 3 ഇൻറ്റു 2 റേസ് ടു 5 ഈക്വൽ ടു നമുക്ക് 2 റേസ് ടു 8 എന്നാണ് കിട്ടി. 3 പ്ലസ് 5 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 8 അല്ലേ? അപ്പൊ 2 റേസ് ടു 3 ഇൻറ്റു 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 2 റേസ് ടു 8. ഇവിടെ നോക്കിക്കോ. 3 റേസ് ടു 4 ഇൻറ്റു 3 റേസ് ടു 2 നമുക്ക് എത്ര കിട്ടി? 3 റേസ് ടു 4 പ്ലസ് 2 ചെയ്താൽ എത്ര കിട്ടും? 6. അടുത്ത് നോക്കിക്കോ. 5 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 5. അപ്പം 5 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 5 എത്ര വന്നു? 5 റേസ് ടു 4 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അടുത്ത് നോക്കിക്കോ. 2 റേസ് ടു 4 ഇൻറ്റു 2 റേസ് ടു 6 ഇസ് ഈക്വൽ ടു 2 റേസ് ടു 4 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 10. റിലേഷൻ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എഴുതാം. അപ്പൊ നോക്കിക്കോ, ഇവിടെ നിങ്ങൾ ഇവിടെ നോക്കിക്കോ. ഇതിന് ഇതേ സാധനം ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതുവാണ്. അപ്പം 2 റേസ് ടു 3 ഇൻറ്റു 2 റേസ് ടു 5 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2 റേസ് ടു 5 നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു 3 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 8 അല്ലേ? അടുത്തത് 3 റേസ് ടു 4 ഇൻറ്റു 3 റേസ് ടു 4 2 എന്ന് പറഞ്ഞാൽ എത്ര? 3 റേസ് ടു 4 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു 6. അതല്ലേ കിട്ടിയത്? അടുത്തത് 5 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എത്ര? 5 റേസ് ടു 4 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 റേസ് ടു 9. ഓക്കെ, അപ്പൊ ബേസിൽ ഇവിടെ സെയിം നമ്പർ തന്നെ വരണം കേട്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിളിന് 2 റേസ് ടു 3 ഇൻറ്റു പിന്നെ 3 റേസ് ടു 4 വന്നു എന്ന് വിചാരിക്ക്. ഇവിടെ നിങ്ങൾ 2 റേസ് ടു 3 പ്ലസ് 4 എന്നോ അല്ലെങ്കിൽ 3 റേസ് ടു 3 പ്ലസ് 4 എന്ന് എഴുതിക്കൂടാ, തെറ്റാണ്. സെയിം നമ്പർ ആയിരിക്കാണ് ഇവിടെ വരുന്നത്. ഓക്കെ, 2 ആണെങ്കിൽ ഇവിടെയും 2, 3 ആണെങ്കിൽ ഇവിടെയും 3, 4 ആണെങ്കിൽ ഇവിടെയും 4, അങ്ങനെ സെയിം നമ്പർ വരണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് അത്ര പോലെ കാര്യം കിട്ടി. ഇവിടെ നോക്കിക്കോ. 2 റേസ് ടു 4 ഇൻറ്റു 2 റേസ് ടു 6 നമുക്ക് എത്ര കിട്ടി? 2 റേസ് ടു 4 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 10 അല്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് എല്ലാം സിമ്പിൾ ആയിട്ട് പറഞ്ഞുകൂടെടാ. ഇപ്പം 100 റേസ് ടു 5 ഇൻറ്റു 100 റേസ് ടു 10ന്റെ ആൻസർ എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? 100 റേസ് ടു 5 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 റേസ് ടു 15 അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇപ്പൊ വേറൊരു എക്സാമ്പിളിന് 9 റേസ് ടു 7 ഇൻറ്റു 9 റേസ് ടു 10 വന്നു എന്ന് വിചാരിക്കും. ഇതിന്റെ ആൻസർ എത്രയാ? ഇവിടെ രണ്ട് നമ്പറും സെയിം 9 റേസ് ടു 9 റേസ് ടു അല്ലേ വരുന്നത്. സോ ആൻസർ എത്രയായിരിക്കും? 9 റേസ് ടു 7 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 റേസ് ടു 17. ഓക്കെ അല്ലേ? ഇപ്പം 8 റേസ് ടു 10 ഇൻറ്റു 8 റേസ് ടു 40 വന്നു എന്ന് വിചാരിക്കും. അപ്പൊ രണ്ടിടത്തും സെയിം നമ്പർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 8 റേസ് ടു 10 പ്ലസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 റേസ് ടു 50. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അവർ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സെയിം നമ്പർ ബേസിൽ എഴുതാം. എന്നിട്ട് ആ പവർ തമ്മിൽ രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് തിയറി ഈസ് എക്സ് റേസ് ടു എം. ഇപ്പം നമ്പർ നമുക്ക് അറിയില്ലല്ലോ. അറിയാത്ത നമ്പേഴ്സിന് നമ്മൾ എക്സ് ആയിട്ടും വൈ ആയിട്ടും സെഡ് ആയിട്ടും അല്ലേ എടുക്കുന്നത്. സോ നമ്പർ ഏതും ആയിക്കോട്ടെ, അതുകൊണ്ട് ഇങ്ങനെ നമ്മളൊരു എക്സ് എന്ന് പറയുന്നൊരു നമ്പർ എടുത്തു. സോ എക്സ് റേസ് ടു എം പവർ എം എന്ന് പറഞ്ഞ എനി വാല്യൂ 1, 2, 3, 4 എത്ര വേണമെങ്കിലും ആവാം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു. കണ്ട, ഇപ്പം എം എന്ന് പറയുന്നത് 10ഉം 40ഉം കണക്ക് ഏത് നമ്പറും ആവാം. അപ്പൊ ബേസിൽ രണ്ടിടത്തും എക്സ് തന്നെ വന്നു. സോ എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എത്രയായിരിക്കും? എം പ്ലസ് എൻ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഈ രണ്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ വേണമെങ്കിലും കൂടി ചെയ്യാം. ഇപ്പൊ 4 റേസ് ടു 7 ഇൻറ്റു 4 റേസ് ടു 8 ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 4 റേസ് ടു 7 പ്ലസ് 8. സോ എക്സിന്റെ പകരം ഇവിടെ നമുക്ക് എത്രയുണ്ട്? 4.
എമ്മും എൻ എന്ന് പറയുന്നത് 7ഉം 8ഉം. ഓക്കെ, ആ നമ്പറിന്റെ പവേഴ്സ്. സോ 4⁷ + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4⁻15 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് തിയറി. x⁻m × x⁻n എന്ന് പറഞ്ഞാല് x⁻m+n ആയിരിക്കും. ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഒന്നാമത്തെ തിയറി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറി. സോ ഇത് എഴുതി വെക്കാം, ബോക്സിലാക്കി കഴിയണം. ഓക്കെ, നേരത്തെ ചെയ്ത എക്സാമ്പിൾ നിങ്ങൾ ചെയ്യണം. നമ്മൾ നേരത്തെ കുറെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നിങ്ങൾ എഴുതണം. കൂടാതെ ഇത് നിങ്ങൾ ബോക്സിലാക്കി വെക്കുകയും കൂടി ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന തിയറി. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിക്കോ, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. What power of 2 what power of 2 what power of 2 is got by multiplying 2⁵ and 2⁵. What power of 2 is got by multiplying 2⁵ and 2⁵. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിക്കോ, 2⁵ × 2⁵. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ 2⁵, രണ്ടിലും ബേസ് 2 അല്ലേ? സോ 2⁵ എന്ത് ചെയ്താ 5 അല്ലെ, 2⁵ × 2⁵ എന്ന് പറഞ്ഞാൽ 2⁵ + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁸. സിമ്പിൾ ആയിട്ട് ആൻസർ ആയില്ലേടാ. ഓക്കെ, ഞാനിപ്പോ ചെയ്യുന്നത് നിങ്ങളുടെ പേജ് നമ്പർ 58 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ഈസ് 10⁻² × 10⁵. ഓക്കെ, പവർ കാണാൻ തന്നെയാണ് കേട്ടോ. എത്ര ആയിരിക്കും? 10⁻² × 10⁵. അപ്പൊ ഇവിടെ രണ്ടിലും 10 അല്ലേ? സോ 10⁻², എത്ര വരും? 2 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁷. ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതെല്ലാവരും എഴുതിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പവർ ഓഫ് 2 ഈസ് twice 2⁻10. What power of 2 is twice 2⁻10? What power of 2 is twice 2⁻10? What power of 2 is twice 2⁻10? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് 2⁻10ന്റെ ഡബിളിന്റെ പവർ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഇപ്പൊ 5ന്റെ ഡബിൾ എങ്ങനെയാ കാണല്ലേ? നമ്മള് 5 × 2 ചെയ്താൽ മതി 10. ഇപ്പൊ 10ന്റെ ഡബിൾ എങ്ങനെയാണല്ലേ? 10 × 2 ചെയ്താൽ മതി 20 അല്ലേ? അപ്പോ ഇപ്പൊ 100ന്റെ ഡബിൾ എങ്ങനെയാണല്ലേ? 100 × 2 ചെയ്താൽ മതി ദാറ്റ് ഈസ് ഈക്വൽ ടു 200 അല്ലേ? അപ്പം ഈ നമ്പറിന്റെ ഡബിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കല്? അതിനെ നമ്മൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ, സോ എന്തായിരിക്കും? 2⁻10ന്റെ ഡബിൾ എങ്ങനെയാ കാണുക? ഇതിനാ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ, സോ വി വിൽ ഗെറ്റ് ഡബിൾ ഓഫ് ദിസ് നമ്പർ. അപ്പൊ ഇതിന്റെ പവർ എത്രയായിരിക്കും മക്കളെ? 2⁻10 × 2. എത്ര ആയിരിക്കും ആൻസർ? 2⁻10 × 2. ഇവിടെ നോക്കിക്കോ, 2⁻10 × 2 എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈംസ് അല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 എന്ന് പറഞ്ഞാൽ 2 ഒറ്റ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. സോ അത് നമുക്ക് 2⁻1 എന്ന് എഴുതാം. 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? 2⁻2 എന്ന് എഴുതാം. 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 2⁻3 എന്ന് എഴുതാം. 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 2⁻4 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 2 ഒറ്റ ടൈമല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ ഇതിനെ നമുക്ക് 2⁻1 എന്ന് എഴുതാം. 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഏതൊരു നമ്പറും ⁻1 വന്നാൽ സെയിം നമ്പർ ആകട്ടെ. ഇപ്പൊ 100⁻1 എന്ന് പറഞ്ഞാൽ എത്രയാ? 100. ഇപ്പൊ 99⁻1 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയാ? 99 ആണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കോടാ, 2⁻10 × 2. ഓക്കെ, 2നെ ഞാൻ മാറ്റി എഴുതുവാണ്.
2 raised to 10 into 2നെ നമുക്ക് എങ്ങനെ എഴുതാം 2 ഒറ്റ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 raised to 1 എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് എഴുതിക്കൂടെ മക്കളെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ലേ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം 2 raised to അല്ലെ, രണ്ടിടത്തും 2 ആണ്, 2 raised to 10 plus 1 that is equal to 2 raised to 11 that is equal to 2 raised to 11 that is equal to 2 raised to 11. Okay, that is equal to 2 raised to 11. ഓക്കെ അല്ലേ മക്കളെ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്തത് പേജ് നമ്പർ 58 നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് യൂസിങ് ദിസ് കമ്പ്യൂട്ട് ദിസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പേജ് നമ്പർ 58 ആ ടേബിൾ ഉള്ളത്. 59 അതിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. ഓക്കെ, ടേബിൾ നിങ്ങളൊന്ന് നോക്കിക്കോ. അതിൽ കാണാമല്ലോ നിങ്ങൾക്ക് 2 raised to 1 equal to 2, 2 raised to 2 equal to 4, 2 raised to 3 equal to 8, 2 raised to 4 equal to 60, 2 raised to 5 equal to 32. കണ്ട, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു വലിയ ടേബിൾ ഉണ്ട്. ഓക്കെ, ഓക്കെ, ആദ്യം 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, 2 raised to 2 equal to 4 എന്ന് വന്നിട്ടുണ്ട്. 2 raised to 3 equal to 8, 2 raised to 4 equal to 16, 2 raised to 5 equal to 32, and ഇപ്പുറത്ത് 2 raised to 6 is equal to 64. അപ്പൊ ഇതിന്റെ നേരെ വരുന്നത് ഇതാണ് ടൈംസ് അല്ലെ. 2 raised to 7 is equal to 128, 2 raised to 8 is equal to 256, 2 raised to 9 is equal to 512, and 2 raised to 10 is equal to 1024. ഓക്കെ, അതുപോലെ ഇവിടെയും കുറെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എഴുതാം. 2 raised to 11 is equal to 2048, 2 raised to 12, 2 raised to 13, 2 raised to 14, 2 raised to 15. Okay, 4096, 8192, 16384, 32768. ഓക്കെ, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നുണ്ട്. 2 raised to 5ന്റെ ആൻസർ പറഞ്ഞാൽ 32 ആണ്. 2 raised to 10 എന്ന് പറഞ്ഞാൽ 1024 ആണ്. 2 raised to 13 എന്ന് പറഞ്ഞാൽ 8192. ഓക്കെ, അതങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ യൂസിങ് ദിസ് കമ്പ്യൂട്ട് ദിസ് പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂസിങ് ദിസ് കമ്പ്യൂട്ട് ദിസ് പ്രൊഡക്റ്റ്. സോ 16 into 64, 16 into 64 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മക്കളെ ആ ടേബിൾ നോക്കാം. 16 എവിടെയാന്ന് നോക്കാം. 16 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 raised to 4. സോ 16 പകരം നമുക്ക് എത്ര എഴുതാം? 2 raised to 4 into 64. 64 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയുണ്ട്. അതെത്ര? 2 raised to 6. സോ 2 raised to 4 into 2 raised to 6. ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 2 raised to 4 plus 6. That is equal to 2 raised to 10. That is equal to 2 raised to 10. 2 raised to 10ന്റെ ആൻസർ നമുക്ക് ഇവിടെ അറിയാം. 2 raised to 10 എന്ന് പറഞ്ഞാൽ എത്ര? 1024. ഇതിന്റെ ആൻസർ അപ്പൊ നമുക്ക് എത്ര എഴുതാം? 1024 എന്നും ആ ടേബിൾ നോക്കി എഴുതാലോ മക്കളെ, പ്രശ്നമില്ലല്ലോ. അതിന്റെ ആൻസർ ഇത്ര എന്ന് നമുക്ക് ആ ടേബിൾ നോക്കിയിട്ട് എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 64 into 256. 64 into 256. ഓക്കെ, 64 into 256. അപ്പൊ ഈ ടേബിൾ നോക്കിക്കോ. 64 ഇത് എവിടെയുണ്ട്? 64 എന്ന് പറഞ്ഞാൽ എത്ര? 64 എന്ന് പറഞ്ഞാല് 2 raised to 6 into 256. 256 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയുണ്ട് അല്ലെ. 256 എന്ന് പറഞ്ഞാൽ എത്ര? 2 raised to 8. സോ 2 raised to 6 into 2 raised to 8 എന്ന് പറഞ്ഞാൽ എത്ര? 2 raised to 6 plus 8. That is equal to 2 raised to 6 plus 8 എത്രയാ മക്കളെ? എത്ര? 6 plus 8ന്റെ ആൻസർ 14 അല്ലേ. സോ 2 raised to നമുക്ക് എത്ര എഴുതാം? 14. സോ 2 raised to 14 എന്ന് പറഞ്ഞാൽ എത്ര? 16,384. ഓക്കെ അല്ലേ.
അതിന്റെ ആൻസർ കിട്ടിയല്ലോ മക്കളെ, പ്രശ്നമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആടാ ഒരു 2 ക്വസ്റ്റ്യൻസും കൂടി ബാക്കിയുണ്ട്, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ആയിട്ട് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടില്ല, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ആയി ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം മക്കളെ, ചോദിക്കാൻ മടിയൊന്നും കാണിക്കണ്ട, എന്ത് ഡൗട്ടോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ആയിക്കോട്ടെ നിങ്ങൾ ചോദിക്കണം കേട്ടാ. നല്ല കുട്ടികളല്ലേ എല്ലാവരും, അപ്പൊ ചോദിക്കാൻ മടിയോ അങ്ങനത്തെ ഒന്നും വേണ്ട. എന്ത് ഡൗട്ട് ആയിക്കോട്ടെ, ചെറിയ കാര്യം ആയിക്കോട്ടെ, ചോദിക്കാം, ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം പഠിച്ചാണ്. എന്ത്, എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. അതാണ് ബേസിക് ആയിട്ട് വേണ്ട കാര്യം. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് പഠിക്കാനാണ് നമ്മൾ ഇത്ര പോലെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ. മെയിൻ ഇവിടെ ഒരൊറ്റ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളൂ, എന്താ, എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. അല്ലെങ്കിൽ മൾട്ടിപ്ലൈന് പകരം പവേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി എന്നില്ലേ. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ തൽക്കാലം നമുക്കിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ക്ലിയർ ആക്കണം. ഓക്കെ മക്കളെ, അപ്പൊ താങ്ക്സ് ഫോർ ഓഫ് യു. നമുക്കപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.